ലെച്ചൂസ് എഡ്യൂ ടിപ്സ്. PSC എക്സാമിനേഷൻ പ്രിപ്പയർ ചെയ്യുന്ന എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ലെച്ചൂസ് എഡ്യൂ ടിപ്സിലേക്ക് സ്വാഗതം. നമ്മൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായിട്ട് ഗതാഗത മേഖലയിലെ പുരോഗതിയെക്കുറിച്ചാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ റോഡ് ഗതാഗതം കംപ്ലീറ്റ് ചെയ്തു, അതുപോലെ റെയിൽ ഗതാഗതം കംപ്ലീറ്റ് ചെയ്തു, ജലഗതാഗതം കംപ്ലീറ്റ് ചെയ്തു. ഇനി നമുക്ക് ഒരു ഗതാഗതവും കൂടി ഉണ്ട്, അതാണ് എന്ന് പറയുന്ന വ്യോമ ഗതാഗതം അല്ലെ. അപ്പൊ നമുക്ക് വ്യോമ ഗതാഗതത്തെ കുറിച്ച് കൂടി പഠിക്കാം. ശ്രദ്ധിക്കണേ, 1911 ഇന്ത്യയിലെ വ്യോമ ഗതാഗതം ആരംഭിക്കുന്നത്. 1911 ഇന്ത്യയിൽ ആദ്യമായി വ്യോമ ഗതാഗതം ആരംഭിക്കുന്നത്. ഇന്ത്യൻ വ്യോമ ഗതാഗതത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് JRD ടാറ്റയാണ്. ജംഷഡ്ജി ടാറ്റയാണ് ഇന്ത്യൻ വ്യോമ ഗതാഗതത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത്. ഇന്ത്യയിൽ ആദ്യത്തെ പൈലറ്റ് ലൈസൻസ് ലഭിച്ച വ്യക്തിയും JRD ടാറ്റയായിരുന്നു. 1932 ടാറ്റ എയർലൈൻസ് എന്നുള്ള പേരിൽ ആദ്യത്തെ ഇന്ത്യയുടെ തദ്ദേശീയമായ ആദ്യത്തെ വിമാന കമ്പനി അദ്ദേഹം ഇവിടെ ആരംഭിക്കുന്നത്. ഓക്കെ, ഓർത്ത് വെക്കുക, 1911 നമുക്ക് ആദ്യം എന്ത് ചെയ്യുന്നത്, ഇവിടെ വിമാന സർവീസ് അല്ലെങ്കിൽ ഇന്ത്യയിൽ ആദ്യം വ്യോമ ഗതാഗതം നടക്കുന്നത്. പക്ഷേ 1932 ടാറ്റ എയർലൈൻസ് എന്ന് പറയുന്ന ഇന്ത്യയുടെ വിമാന കമ്പനി ഇന്ത്യൻ വ്യോമ ഗതാഗതത്തിന്റെ പിതാവായ JRD ടാറ്റ സ്ഥാപിക്കുന്നത്. ഓക്കെ, ഇന്ത്യയിലെ ആദ്യത്തെ വിമാന കമ്പനിയായ ടാറ്റ എയർലൈൻസിന്റെ ആദ്യ സർവീസ് കറാച്ചി മുതൽ ചെന്നൈ വരെയായിരുന്നു. ഓക്കെ, കറാച്ചി ടു ചെന്നൈ ആയിരുന്നു ടാറ്റ എയർലൈൻസിന്റെ ആദ്യത്തെ സർവീസ്. പിന്നീട് 1946 ടാറ്റ എയർലൈൻസ് എയർ ഇന്ത്യ എന്നറിയപ്പെട്ടു. ഓക്കെ, അപ്പൊ ടാറ്റ എയർലൈൻസ് ആണ് 1946 മുതൽ എയർ ഇന്ത്യ എന്ന പേര് സ്വീകരിച്ചു. ദെൻ തൊട്ടടുത്ത വർഷം 1947 ഇന്ത്യ ഗവൺമെന്റുമായിട്ടുണ്ടാക്കിയ ഒരു ധാരണ പ്രകാരം എയർ ഇന്ത്യ എന്ത് ചെയ്തു, അന്താരാഷ്ട്ര വിമാന സർവീസ് തുടങ്ങുന്നതിന് വേണ്ടിയിട്ട് എയർ ഇന്ത്യ ഇന്റർനാഷണൽ ലിമിറ്റഡ് എന്നാക്കി. ഓക്കെ, അപ്പം ആദ്യം ടാറ്റ എയർലൈൻസ് 1946 എന്തായി, എയർ ഇന്ത്യ ആയി. ദെൻ 1947 1947 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആയിട്ടുള്ള ധാരണ പ്രകാരം ഇന്റർനാഷണൽ സർവീസ് തുടങ്ങുന്നതിന് വേണ്ടിയിട്ട് എയർ ഇന്ത്യ ഇന്റർനാഷണൽ ലിമിറ്റഡ് എന്നാക്കി കമ്പനിയുടെ പേര്. ഇന്ത്യയിലേക്ക് ആദ്യത്തെ സർവീസ് നടത്തിയ വിമാന കമ്പനിയായിരുന്നു ഇംപീരിയൽ എയർവേസ്. 1927 ബ്രിട്ടന്റെ ഇംപീരിയൽ എയർവേസ് ആണ് ഇന്ത്യയിലേക്ക് വിമാന സർവീസ് നടത്തിയ ആദ്യത്തെ വിമാന കമ്പനി എന്ന് പറയുന്നത്. ഓക്കെ, കറാച്ചി ടു ഡൽഹി ആയിരുന്നു ആദ്യത്തെ ആഭ്യന്തര സർവീസ് ഇന്ത്യക്കകത്ത് നടത്തിയ ഇംപീരിയൽ എയർവേസ്. അപ്പോൾ ഓർത്ത് വയ്ക്കുക, ആദ്യത്തെ ആഭ്യന്തര സർവീസ് ഇന്ത്യക്കകത്ത് നടത്തിയത് ഇംപീരിയൽ എയർവേസ് ആണ്. സെക്കൻഡ് ആണ് എന്ന് പറയുന്നത്. അതിനുശേഷമാണ് നമ്മുടെ കറാച്ചി ടു ചെന്നൈ ടാറ്റ എയർലൈൻസ് നടത്തുന്നത്. അപ്പം ഇന്ത്യയിലേക്ക് ആദ്യം സർവീസ് നടത്തിയതും ഇന്ത്യക്കകത്ത് ആദ്യത്തെ ആഭ്യന്തര സർവീസ് നടത്തിയതും ഇംപീരിയൽ എയർവേസ് എന്ന് പറയുന്ന വിമാന കമ്പനിയായിരുന്നു. നമ്മളിപ്പോൾ ഈ പറഞ്ഞു പോയ വസ്തുതകളൊക്കെയാണ് ഇന്ത്യയുടെ വ്യോമ ഗതാഗതത്തിന്റെ ബാക്ക്ഗ്രൗണ്ട്. ഓക്കെ, ഈ ബാക്ക്ഗ്രൗണ്ട് ഒന്നും അത്രയ്ക്ക് പഠിച്ചില്ലെങ്കിലും വേണ്ടിയില്ല, ഇവിടെ പഠിക്കേണ്ട ഒരേ ഒരു കാര്യമേ ഉള്ളൂ. അതായത് വ്യോമ ഗതാഗതം ദേശസാൽക്കരിച്ച വർഷം പഠിക്കണം. 1953. ഒരു കാര്യമല്ല, കുറച്ച് കാര്യങ്ങളും കൂടി ഉണ്ട്. അതായത് വ്യോമഗതാഗതം ദേശസാൽക്കരിച്ച വർഷം 1953 പഠിക്കണം. ഇന്ത്യയിലെ ആദ്യത്തെ വിമാന സർവീസ് ഏതാണെന്ന് ജസ്റ്റ് അറിഞ്ഞിരിക്കണം. ഇന്ത്യൻ വ്യോമഗതാഗതത്തിന്റെ പിതാവ് അറിഞ്ഞിരിക്കണം. ഇന്ത്യയിൽ അതുപോലെ തന്നെ വ്യോമഗതാഗതത്തിന് ലൈസൻസ് ലഭിച്ച വ്യക്തി. ഓക്കെ, അപ്പൊ ഇന്ത്യയുടെ ആദ്യത്തെ വിമാന കമ്പനി, ഇങ്ങനെയൊക്കെ ജസ്റ്റ് കാര്യങ്ങൾ മനസ്സിലാക്കി പോയാൽ മതി. പിന്നെ നമുക്ക് പറയാവുന്നതാണ് ഇന്ത്യയുടെ ആദ്യകാലത്തെ സർവീസുകളായിരുന്നു ഏത്, ഒന്ന് എയർ ഇന്ത്യയും മറ്റൊന്നായിരുന്നു ഇന്ത്യൻ എയർലൈൻസ്. ഈ ഇന്ത്യൻ എയർലൈൻസ് പിന്നീട് ഇന്ത്യൻ എന്നുള്ള പേരിൽ അറിയപ്പെട്ടു. അങ്ങനെ 2007 ഇന്ത്യൻ എയർലൈൻസും എയർ ഇന്ത്യയും കൂടി എന്ത് ചെയ്തു, ഒരുമിച്ച് ചേർന്ന് നാഷണൽ ഏവിയേഷൻ കമ്പനി ഓഫ് ഇന്ത്യ ലിമിറ്റഡ് എന്ന പേരിൽ അറിയപ്പെടാൻ തുടങ്ങി. ഇപ്പൊ 2007 എയർ ഇന്ത്യയും ഇന്ത്യൻ എയർലൈൻസും തമ്മിൽ മെർജ് ചെയ്തിട്ട് നാഷണൽ ഏവിയേഷൻ കമ്പനി ഓഫ് ഇന്ത്യ ലിമിറ്റഡ് എന്ന് അറിയപ്പെട്ടു. ഈ നാഷണൽ ഏവിയേഷൻ കമ്പനി ഓഫ് ഇന്ത്യ ലിമിറ്റഡിന്റെ ബ്രാൻഡ് നെയിം എയർ ഇന്ത്യ എന്നാണ് ഇപ്പൊ അറിയപ്പെടുന്നത്. ഓക്കെ, അതിന്റെ ബ്രാൻഡ് നെയിം എയർ ഇന്ത്യ എന്നുള്ളതാണ് അതിന്റെ ബ്രാൻഡ് നെയിം. പിന്നെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതാണ്, എയർ ഇന്ത്യയുടെ ചിഹ്നം ഒന്ന് മനസ്സിലാക്കി വെക്കണം. അതായത് എയർ ഇന്ത്യയുടെ ചിഹ്നം നമുക്കറിയാം എന്താണ്, ഒരു റെഡ് കളറ് ബാക്ക്ഗ്രൗണ്ടിൽ ഓറഞ്ച് ഷെയ്ഡ് വന്നിട്ട് കൊണാർക്കിലെ സണ്ണ് അതിന്റെ രൂപമാണ് എന്ത് ചെയ്തിരിക്കുന്നത്, എയർ ഇന്ത്യയുടെ ചിഹ്നം എന്ന് പറയുന്ന കൊണാർക്കിലെ സണ്ണിനെയാണ് കാണിച്ചിരിക്കുന്നത് എയർ ഇന്ത്യയുടെ ചിഹ്നത്തില. പിന്നെ അറിഞ്ഞു വെക്കേണ്ട കാര്യമാണ്, ഇന്ത്യയിലെ എയർപോർട്ടുകളുടെ മേൽനോട്ടം വഹിക്കുന്നതാണ് എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യ. വേണമെങ്കിൽ ക്വസ്റ്റ്യൻ ചോദിക്കാവുന്നതാണ്, എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യ രൂപം കൊണ്ടവെന്താ. അപ്പോൾ ആ വർഷം അറിഞ്ഞിരിക്കുക, 1995 എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യ
നിലവിൽ വന്നിരിക്കുന്നത്. അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങളാണ് പ്രധാനമായിട്ടും നമുക്ക് ഇന്ത്യൻ വ്യോമ ഗതാഗതത്തിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ പഠിക്കാനുള്ളതും പറയാനുള്ളതുമായിട്ടുള്ള കാര്യങ്ങൾ. ഇനി നമുക്ക് പരീക്ഷയിൽ ചോദ്യം ചോദിക്കുന്നത് എങ്ങനെയാ? ആദ്യം ഞാൻ പറഞ്ഞ എങ്ങനെയൊക്കെ ചോദിക്കാന്ന്. പിന്നെ ചോദിക്കുന്നത് നമ്മളോട് ഏതെങ്കിലും എയർപോർട്ട് തരും. എയർപോർട്ട് തന്നിട്ട് ഇത് ഏത് സംസ്ഥാനത്താണെന്ന് ചോദിക്കും. അപ്പം നമ്മൾ ഇന്ത്യയിലെ ചില പ്രധാനപ്പെട്ട എയർപോർട്ടുകൾ പഠിച്ചു വയ്ക്കുക. ആ എയർപോർട്ടുകൾക്ക് എന്തെങ്കിലും പ്രത്യേകത ഉണ്ടെങ്കിൽ അതും മനസ്സിലാക്കി വെക്കുക. ഓക്കെ, ഇനി ഇപ്പം നമ്മൾ പഠിച്ച കാര്യം നമുക്കൊരു ചോദ്യ രൂപത്തിൽ നോക്കാം. വ്യോമ ഗതാഗതം ഇന്ത്യയിൽ ആരംഭിച്ച വർഷം 1911. വ്യോമഗതാഗതം ദേശസാൽക്കരിച്ച വർഷം 1953. ഇന്ത്യയിലെ കാര്യങ്ങളാണ് പറയുന്നത്. ഇന്ത്യൻ വ്യോമഗതാഗതത്തിന്റെ പിതാവെന്നറിയപ്പെടുന്ന JRD ടാറ്റ. പൈലറ്റ് ലൈസൻസ് ലഭിച്ച ആദ്യ ഇന്ത്യൻ JRD ടാറ്റ. ടാറ്റ എയർലൈൻസിന്റെ സ്ഥാപകൻ JRD ടാറ്റ. ഇന്ത്യയിലെ ആദ്യ വിമാന കമ്പനി ടാറ്റ എയർലൈൻസ്. 1932 ഇന്ത്യയിലെ ആദ്യത്തെ വിമാന കമ്പനിയായ ടാറ്റ എയർലൈൻസ് വരുന്നത്. ടാറ്റ എയർലൈൻസ് എയർ ഇന്ത്യ എന്ന പേര് സ്വീകരിച്ച വർഷം 1946. ടാറ്റ എയർലൈൻസിന്റെ ആദ്യ സർവീസ് കറാച്ചി ടു ചെന്നൈ. ഇന്ത്യയിലേക്ക് ആദ്യമായി വിമാന സർവീസ് നടത്തിയത് ഇംപീരിയൽ എയർവേസ്. ഇന്ത്യയിൽ ആദ്യമായി ആഭ്യന്തര സർവീസ് നടത്തിയത് ഇംപീരിയൽ എയർവേസ്. കറാച്ചി ടു ഡൽഹി ആയിരുന്നു ഇന്ത്യയിലെ ആദ്യത്തെ ആഭ്യന്തര വ്യോമ സർവീസ്. ചില പ്രധാനപ്പെട്ട അന്താരാഷ്ട്ര വിമാനത്താവളങ്ങളുടെ പേരുകളാണ് അവിടെ എഴുതിയിരിക്കുന്നത്. അപ്പൊ ഇതിൽ ചിലതൊക്കെ നമുക്ക് ഇമ്പോർട്ടന്റ് ആണെന്ന് തോന്നിയതും PSC എക്സാമിനേഷന് ചോദിച്ചതായിട്ടുള്ളതും സെലക്ട് ചെയ്താണ് എഴുതിയിരിക്കുന്നത്. അപ്പൊ ഇത് പഠിക്കണം കേട്ടോ. നോക്കിക്കേ, ആദ്യത്തേത് ഇന്ദിരാഗാന്ധി അന്താരാഷ്ട്ര വിമാനത്താവളം. ഇന്ദിരാഗാന്ധി അന്താരാഷ്ട്ര വിമാനത്താവളം സ്ഥിതി ചെയ്യുന്ന എവിടെയാണ്? ന്യൂഡൽഹിയിലാണ്. അപ്പോൾ ഓർത്ത് വെച്ചേക്കണം, ഇന്ദിരാഗാന്ധി അന്താരാഷ്ട്ര വിമാനത്താവളം സ്ഥിതി ചെയ്യുന്ന ന്യൂഡൽഹിയിലാണ്. അതിൻ്റെ സൈഡിൽ ഒരു കാര്യവും കൂടി എഴുതി വെച്ചേ, വേറൊന്നുമല്ല, ഇന്ത്യയിൽ ഏറ്റവും നീളം കൂടിയ റൺവേ പാതയുള്ള വിമാനത്താവളം ഏതാണെന്ന് ചോദിച്ചാൽ അത് ഇന്ദിരാഗാന്ധി അന്താരാഷ്ട്ര വിമാനത്താവളമാണ്. ഓക്കെ, അപ്പൊ ഇന്ത്യയിൽ ഏറ്റവും നീളം കൂടിയ റൺവേ പാത, ഇന്ത്യയിൽ ഏറ്റവും നീളം കൂടിയ റൺവേ പാതയുള്ള വിമാനത്താവളമാണ് ഇന്ദിരാഗാന്ധി അന്താരാഷ്ട്ര വിമാനത്താവളം. ദെൻ നെക്സ്റ്റ്, രാജീവ് ഗാന്ധി ഇന്റർനാഷണൽ എയർപോർട്ട് ഹൈദരാബാദിലാണ്. രാജീവ് ഗാന്ധി അന്താരാഷ്ട്ര വിമാനത്താവളം സ്ഥിതി ചെയ്യുന്ന ഹൈദരാബാദിലാണ്. രാജീവ് ഗാന്ധി അന്താരാഷ്ട്ര വിമാനത്താവളത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ ആദ്യത്തെ ഗ്രീൻ ഫീൽഡ് എയർപോർട്ടാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ഗ്രീൻ ഫീൽഡ് എയർപോർട്ടാണ് രാജീവ് ഗാന്ധി അന്താരാഷ്ട്ര വിമാനത്താവളം. ദെൻ നെക്സ്റ്റ്, കെംപെ ഗൗഡ അല്ലെ, കെംപെ ഗൗഡ ഇന്റർനാഷണൽ എയർപോർട്ട് നമുക്ക് എല്ലാവർക്കും അറിയാം, ബാംഗ്ലൂരാണ് കെംപെ ഗൗഡ അല്ലെ. ബാംഗ്ലൂർ സിറ്റിയുടെ ഫൗണ്ടർ എന്നറിയപ്പെടുന്നതാണ് ആര്? കെംപെ ഗൗഡ. സോ കെംപെ ഗൗഡ ഇന്റർനാഷണൽ എയർപോർട്ട് ബാംഗ്ലൂര്. നെക്സ്റ്റ്, ലാൽ ബഹാദൂർ ശാസ്ത്രി ഇന്റർനാഷണൽ എയർപോർട്ട് ഉത്തർപ്രദേശിലാണ്. ലാൽ ബഹാദൂർ ശാസ്ത്രി ഇന്റർനാഷണൽ എയർപോർട്ട് വരുന്നത് ഉത്തർപ്രദേശിലാണ്. ചൗധരി ചരൺ സിംഗ്, ചൗധരി ചരൺ സിംഗിന്റെ പേരിൽ അറിയപ്പെടുന്ന ഇന്റർനാഷണൽ എയർപോർട്ട് ലക്നൌവിലാണ്. ഓക്കെ, ചൗധരി ചരൺ സിംഗ് ഇന്റർനാഷണൽ എയർപോർട്ടാണ് എന്താ? ലക്നൌ. ദെൻ നെക്സ്റ്റ്, സുഭാഷ് ചന്ദ്രബോസ് ഇന്റർനാഷണൽ എയർപോർട്ട് സ്ഥിതി ചെയ്യുന്ന കൊൽക്കത്തയിലാണ്. സുഭാഷ് ചന്ദ്രബോസ് ഇന്റർനാഷണൽ എയർപോർട്ട് സ്ഥിതി ചെയ്യുന്ന കൊൽക്കത്തയിലാണ്. സുഭാഷ് ചന്ദ്രബോസ് ഇന്റർനാഷണൽ എയർപോർട്ടിന്റെ പഴയ പേരായിരുന്നു ഡംഡം എയർപോർട്ട്. ഡംഡം ഇന്റർനാഷണൽ എയർപോർട്ട്, ഡംഡം ഇന്റർനാഷണൽ എയർപോർട്ട് എന്നുള്ളതായിരുന്നു സുഭാഷ് ചന്ദ്രബോസ് ഇന്റർനാഷണൽ എയർപോർട്ടിന്റെ പഴയ പേര്. അപ്പോൾ അതൊന്ന് ഓർത്ത് വെച്ചേക്കണം, ഡംഡം ഇന്റർനാഷണൽ എയർപോർട്ട് എന്നറിയപ്പെടുന്നത് അതിൻ്റെ പുതിയ പേരാണെന്താ? സുഭാഷ് ചന്ദ്രബോസ് ഇന്റർനാഷണൽ എയർപോർട്ട്. നെക്സ്റ്റ്, VD സവർക്കറുടെ പേരിൽ അറിയപ്പെടുന്ന ഇന്റർനാഷണൽ എയർപോർട്ട് ഉള്ളത് പോർട്ട് ബ്ലെയറിലാണ്. ഓക്കെ, VD സവർക്കർ ഇന്റർനാഷണൽ എയർപോർട്ട് സ്ഥിതി ചെയ്യുന്ന പോർട്ട് ബ്ലെയറിലാണ്. ദെൻ ഡബോളിം ഇന്റർനാഷണൽ എയർപോർട്ട് ഗോവയിൽ സ്ഥിതി ചെയ്യുന്നു. ഗോവയുടെ എയർപോർട്ടാണ് ഡബോളിം ഇന്റർനാഷണൽ എയർപോർട്ട്. അടുത്തത് സർദാർ വല്ലഭായ് പട്ടേൽ ഇന്റർനാഷണൽ എയർപോർട്ട്. സർദാർ വല്ലഭായ് പട്ടേൽ ഇന്റർനാഷണൽ എയർപോർട്ട് സ്ഥിതി ചെയ്യുന്ന അഹമ്മദാബാദിലാണ്. ഓക്കെ, അപ്പൊ നമ്മൾ കുറച്ച് ഇന്റർനാഷണൽ എയർപോർട്ട് പഠിച്ചു, ഇനിയുമുണ്ട്. അപ്പൊ നമുക്ക് അതുകൂടി പഠിച്ചെടുക്കണം. അടുത്തത് ഛത്രപതി ശിവാജി അന്താരാഷ്ട്ര വിമാനത്താവളം. ഛത്രപതി ശിവജി അന്താരാഷ്ട്ര വിമാനത്താവളം സ്ഥിതി ചെയ്യുന്ന മുംബൈയിലാണ്. നെക്സ്റ്റ്, ലോകപ്രിയ ഗോപിനാഥ് ബർദോളി ഇന്റർനാഷണൽ എയർപോർട്ട് സ്ഥിതി ചെയ്യുന്നത് ഗുവാഹട്ടിയിലാണ്. അസാമില് ഗുവാഹട്ടിയിലാണ് ലോകപ്രിയ ഗോപിനാഥ് ബർദോളി ഇന്റർനാഷണൽ എയർപോർട്ട് സ്ഥിതി ചെയ്യുന്നത്. അടുത്തത് കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ട്, കണ്ണൂർ ഇന്റർനാഷണൽ എയർപോർട്ട്, കരിപ്പൂർ ഇന്റർനാഷണൽ എയർപോർട്ട്,
തിരുവനന്തപുരം ഇന്റർനാഷണൽ എയർപോർട്ട്. ഈ 4 ഇന്റർനാഷണൽ എയർപോർട്ടുകളും സ്ഥിതി ചെയ്യുന്നത് കേരളത്തിലാണ്. അപ്പോൾ നമുക്ക് ഒരു കാര്യം ഇവിടുന്ന് പഠിച്ചെടുക്കാൻ സാധിക്കും. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ അന്താരാഷ്ട്ര വിമാനത്താവളങ്ങൾ ഉള്ള സംസ്ഥാനം ചോദിച്ചാൽ കേരളമാണ്. കേരളത്തിന് 4 അന്താരാഷ്ട്ര വിമാനത്താവളമാണ് ഉള്ളത്. കേരളത്തിൽ നമുക്കറിയാം, നമുക്ക് ഒരു വിമാനത്താവളവും കൂടി ഉണ്ടല്ലേ. ഏതാ ഉള്ളത്? കൊച്ചി വിമാനത്താവളം. പക്ഷേ കൊച്ചി വിമാനത്താവളം എന്ന് പറയുന്നത് രാജ്യരക്ഷാ വകുപ്പിന്റെ കീഴിലുള്ള കേരളത്തിലെ വിമാനത്താവളമാണ്. ഓക്കെ, രാജ്യരക്ഷാ വകുപ്പിന്റെ കീഴിലുള്ള കേരളത്തിലെ വിമാനത്താവളമാണ് എന്ന് പറയുന്ന കൊച്ചി വിമാനത്താവളം. നമുക്കിവിടെ നെടുമ്പാശ്ശേരി വിമാനത്താവളം വരുന്നതിന് മുമ്പ് കൊച്ചി വിമാനത്താവളം ഉപയോഗിക്കുമായിരുന്നു. പിന്നീട് കൊച്ചിയുടെ വർദ്ധിച്ചു വരുന്ന സാധ്യതകൾ ഏറിക്കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു? പുതിയൊരു വിമാനത്താവളത്തെ പറ്റി ചിന്തിക്കുകയും അങ്ങനെയാണ് കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ട് അല്ലെങ്കിൽ സിയാൽ നിലവിൽ വരുന്നത്. ഇപ്പോൾ കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ട് നമുക്കറിയാം നെടുമ്പാശ്ശേരിയിലാണ് സ്ഥിതി ചെയ്യുന്നത് അല്ലെ. 1999 കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ട് വരുന്നത്. കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ട് സ്ഥിതി ചെയ്യുന്നത് നെടുമ്പാശ്ശേരിയിലാണ്. കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ടിന്റെ ഏറ്റവും വലിയ പ്രത്യേകതകളിൽ ഒന്നാണ് ഇന്ത്യയിലെ ആദ്യത്തെ സോളാർ വിമാനത്താവളം അല്ലെങ്കിൽ ഇന്ത്യയിലെ ആദ്യത്തെ സൗരോർജ്ജ വിമാനത്താവളം എന്നറിയപ്പെടുന്നതാണ് കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ട് അല്ലെങ്കിൽ സിയാൽ. ഓക്കെ, നെടുമ്പാശ്ശേരി വിമാനത്താവളമാണ് ഇന്ത്യയിലെ ആദ്യത്തെ സോളാർ വിമാനത്താവളം എന്ന് അറിയപ്പെടുന്നത്. അതുപോലെ തന്നെ ഇന്ത്യയിലെ ആദ്യത്തെ സഹകരണ പങ്കാളിത്ത വിമാനത്താവളം എന്നറിയപ്പെടുന്നതും ഏതാണ്? കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ടാണ്. ഇന്ത്യയിൽ ആദ്യത്തെ സഹകരണ പങ്കാളിത്തം, അതായത് പബ്ലിക് പ്രൈവറ്റ് പാർട്ട്ണർഷിപ്പ് അല്ലെ, ഇന്ത്യയിലെ ആദ്യത്തെ സഹകരണ പങ്കാളിത്ത വിമാനത്താവളം എന്നറിയപ്പെടുന്നതാണ് നെടുമ്പാശ്ശേരി അല്ലെങ്കിൽ സിയാൽ ഇന്റർനാഷണൽ വിമാനത്താവളം. ദെൻ നെക്സ്റ്റ് കണ്ണൂർ വിമാനത്താവളം. കണ്ണൂർ ഇന്റർനാഷണൽ വിമാനത്താവളം സ്ഥിതി ചെയ്യുന്ന എവിടെയാണ്? മൂർഖൻ പറമ്പാണ്. കണ്ണൂരിലെ മൂർഖൻ പറമ്പിലാണ് കണ്ണൂർ ഇന്റർനാഷണൽ എയർപോർട്ട് സ്ഥിതി ചെയ്യുന്നത്. നെക്സ്റ്റ് കരിപ്പൂര്. കരിപ്പൂർ വിമാനത്താവളം നമ്മൾ കോഴിക്കോട് വിമാനത്താവളം എന്നാണ് അറിയപ്പെടാറ്. പക്ഷേ പേരുകൊണ്ട് കോഴിക്കോട് വിമാനത്താവളം എന്നാണെങ്കിലും കരിപ്പൂർ വിമാനത്താവളം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? മലപ്പുറം ജില്ലയിലാണ്. ഓക്കെ, മലപ്പുറം ജില്ലയിലാണ് കരിപ്പൂർ ഇന്റർനാഷണൽ എയർപോർട്ട് സ്ഥിതി ചെയ്യുന്നത്. 2006 കോഴിക്കോട് വിമാനത്താവളം അല്ലെങ്കിൽ കരിപ്പൂർ വിമാനത്താവളത്തിന് അന്താരാഷ്ട്ര പദവി അല്ലെങ്കിൽ ഇന്റർനാഷണൽ എയർപോർട്ട് എന്ന പദവി കൊടുക്കുന്നത് 2006. അടുത്തത് തിരുവനന്തപുരം ഇന്റർനാഷണൽ എയർപോർട്ട്. തിരുവനന്തപുരം ഇന്റർനാഷണൽ എയർപോർട്ടിന്റെ പ്രത്യേകത കേരളത്തിൽ ആദ്യമായി ISO സർട്ടിഫിക്കറ്റ് ലഭിച്ച വിമാനത്താവളമാണ് തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളം. ഓക്കെ, 1991 തിരുവനന്തപുരം വിമാനത്താവളത്തിന് ഇന്റർനാഷണൽ പദവി കൊടുക്കുന്നത്. 1991 തിരുവനന്തപുരം വിമാനത്താവളത്തിന് അന്താരാഷ്ട്ര പദവി നൽകുന്നത്. തിരുവനന്തപുരം വിമാനത്താവളമാണ് ISO സർട്ടിഫിക്കറ്റ് ലഭിച്ച കേരളത്തിലെ ആദ്യത്തെ വിമാനത്താവളം എന്നറിയപ്പെടുന്നത് തിരുവനന്തപുരം വിമാനത്താവളമാണ്. ഓക്കെ, അപ്പം ഇത്രയും കാര്യങ്ങൾ പഠിച്ചു വെക്കണം. ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ അന്താരാഷ്ട്ര വിമാനത്താവളമുള്ള സംസ്ഥാനം ചോദിച്ചാൽ അത് ഏതാണ്? കേരളമാണ്. ഓക്കെ, തെറ്റിക്കല്ലേ കേട്ടോ. ഇനി ഇന്ത്യയിലെ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന വിമാനത്താവളമാണ് ഏത്? കുഷോക്ക് ബാക്കുലെ ബാക്കുലെ റിംപോച്ചെ എയർപോർട്ട്. ഓക്കെ, ഇതൊന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കണം. കുഷോക്ക് ബാക്കുലെ റിംപോച്ചെ എയർപോർട്ടാണ് ഇന്ത്യയിലെ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന എയർപോർട്ട്. ലേയിലാണ് കുഷോക്ക് ബാക്കുലെ റിംപോച്ചെ എയർപോർട്ട് സ്ഥിതി ചെയ്യുന്നത്. ഇപ്പം നമ്മൾ കുറച്ച് ഇന്റർനാഷണൽ എയർപോർട്ടിന്റെ പേര് പറഞ്ഞല്ലേ, ഞാൻ മാറി നിന്നാൽ നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുക്കാൻ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ്. അപ്പം ഈ പഠിച്ചത് അല്ലാതെ വേറെ കുറച്ച് കാര്യങ്ങളും കൂടി പഠിക്കണം. അതായത് നമ്മളോട് ചോദിച്ചിട്ടുള്ളതാണ് സീറോ വിമാനത്താവളം സ്ഥിതി ചെയ്യുന്ന എവിടെ? സ്വാമി വിവേകാനന്ദ എയർപോർട്ട് സ്ഥിതി ചെയ്യുന്ന എവിടെ? അപ്പം ഇതുപോലുള്ള ക്വസ്റ്റ്യൻസ് എല്ലാം കണ്ടെത്തി ഇതിൻ്റെ ആൻസർ പഠിക്കണം. കാരണം ഞാൻ ഇതിങ്ങനെ പറഞ്ഞു പോയി കഴിഞ്ഞാൽ ക്ലാസ്സിൻ്റെ ദൈർഘ്യം ഏറുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് എഡിറ്റ് ചെയ്യുമ്പോഴൊക്കെ അതിൻ്റെതായ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. സോ അതുകൊണ്ട് നിങ്ങൾ ഇതുപോലെയുള്ള കാര്യങ്ങൾ, പ്രധാനമായിട്ട് അംബേദ്കർ വിമാനത്താവളം, എബി വാജ്പേയി വിമാനത്താവളം, ഇതുപോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നാഷണൽ ലീഡേഴ്സിൻ്റെ പേര് വരുന്ന വിമാനത്താവളം നോട്ട് ചെയ്യണം. അല്ലെ, ഝാൻസി റാണി ഇന്റർനാഷണൽ എയർപോർട്ട്, ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം എന്ത് ചെയ്യുക? പേര് വരുന്ന എയർപോർട്ടുകൾ നോട്ട് ചെയ്ത് അത് ഏത് സംസ്ഥാനത്താണെന്ന് പഠിക്കണം. ഇന്റർനാഷണൽ ആണോ ഡൊമസ്റ്റിക് ആണോ എന്നും കൂടി അറിഞ്ഞു വെക്കുക. ഓക്കെ, അപ്പം
തൽക്കാലം നമ്മളിവിടെ വ്യോമഗതാഗതം എന്നുള്ള ഈ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുവാണ്. അപ്പോൾ ഈ ക്ലാസ്സോട് കൂടിയിട്ട് ഇന്ത്യയിലെ ഗതാഗത മേഖലയിലെ പുരോഗതി എന്നുള്ള ആ ഒരു ഭാഗം നമ്മൾ പൂർത്തീകരിച്ചു. ഓക്കെ, അപ്പോൾ ഇന്ത്യയിലെ ഗതാഗത മേഖലയിലെ പുരോഗതി ഈ ക്ലാസ്സിനോട് കൂടി നമ്മളത് കംപ്ലീറ്റ് ചെയ്തു. ഇനി നമുക്ക് വാർത്താവിനിമയ മേഖല, സാമ്പത്തിക മേഖല, പിന്നെ ഇന്ത്യയിലെ പ്രധാന വ്യവസായങ്ങൾ, ഈ 3 ടോപ്പിക് എടുത്താൽ ഇന്ത്യൻ ജോഗ്രഫി നമ്മൾ കംപ്ലീറ്റ് ചെയ്യും. ഇപ്പോൾ വരും ദിവസങ്ങളിലായിട്ട് അതിൻ്റെ ക്ലാസ് തരും. അങ്ങനെ നമുക്ക് ആ ഒരു ടോപ്പിക്കും കൂടി കംപ്ലീറ്റ് ചെയ്യാം. ഇനി നമുക്ക് പരീക്ഷ അടുത്തുകൊണ്ടിരിക്കുവാണ്. ഫെബ്രുവരി 1 തന്നെ എക്സാം തുടങ്ങും എന്നുള്ളതാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന അറിവ്. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും എത്രത്തോളം ഗൗരവമായിട്ട് പഠിച്ചിരുന്നോ അതിൻ്റെ കുറച്ചുകൂടി ആ ഒരു സ്പിരിറ്റിൽ കുറച്ചുകൂടി ഇരട്ടിയായിട്ട് എന്ത് ചെയ്യുക, വീണ്ടും പഠനം നടത്തുക. സമയം വളരെ കുറവാണ്. അപ്പം ചിലർ പറയുന്നുണ്ട് ഞാനിത് നേരത്തെ പഠിച്ചു തുടങ്ങിയിരുന്നെങ്കിൽ മതിയായിരുന്നു എന്നിപ്പോൾ ചിന്തിക്കുന്നവരുണ്ട്. ഇപ്പം ചിന്തിച്ചിട്ട് കാര്യമില്ല. എന്നിരുന്നാലും പോട്ടെ, ഞാൻ പറയുന്നത് ഇനിയും സമയമുണ്ട്. മനസ്സ് വെച്ച് കഴിഞ്ഞാൽ ഇനിയും സമയമുണ്ട്. ക്ലാസ്സുകൾ പ്ലേലിസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ എല്ലാ ക്ലാസ്സുകളും അവിടെ കിടപ്പുണ്ട്. അപ്പോൾ പുതിയതായിട്ട് പഴയ ആൾക്കാർക്കൊക്കെ അറിയാം, പുതിയതായിട്ട് വന്നവരുടെ ശ്രദ്ധയ്ക്ക് വേണ്ടി പറയുവാണ്, നമ്മൾ സിലബസിനെ ബേസ് ചെയ്ത എല്ലാ ക്ലാസ്സുകളും പ്ലേലിസ്റ്റിലുണ്ട്. പ്ലേലിസ്റ്റ് എടുക്കുമ്പോൾ ന്യൂ സിലബസ് എന്ന് ഞാൻ ഇട്ടിട്ടുണ്ട്. ഓരോന്നിൻ്റെയും ഇടയിൽ ന്യൂ സിലബസ് എന്നിട്ടിരിക്കുന്നതെല്ലാം ഈ പ്രിലിമിനറി എക്സാമിനെ ബേസ് ചെയ്തുള്ള ക്ലാസ്സുകളാണ്. അപ്പോൾ ആ ക്ലാസ്സുകൾ ഇരുന്ന് കാണുക. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ പഠിക്കാനിരിക്കുകയാണെങ്കിൽ അന്നത്തെ ദിവസം ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ക്ലാസ് മാത്രം കാണുക. അപ്പോൾ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ക്ലാസ് മാത്രം കണ്ടതിന് ശേഷം നിങ്ങളുടെ കയ്യിലുള്ള സ്റ്റഡി മെറ്റീരിയൽ, അത് ചിലപ്പോൾ റാങ്ക് ഫയൽ ആവാം, അല്ലെങ്കിൽ നിങ്ങൾ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിച്ചവരാണെങ്കിൽ അവിടുന്ന് കിട്ടിയ നോട്ട്സ് ആവാം, അല്ലെങ്കിൽ മറ്റേതെങ്കിലും വഴി കിട്ടിയ നോട്ട്സ് ആവാം. അതും കൂടി ഒന്ന് വായിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും, ഒറ്റ ദിവസം കൊണ്ട് കോൺസ്റ്റിറ്റ്യൂഷൻ നിങ്ങളെ കൊണ്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ ജോഗ്രഫി എടുക്കുകയാണ്. ജോഗ്രഫി എടുക്കുമ്പോൾ ചിലപ്പോൾ 2-3 ദിവസം വേണ്ടി വരുമെന്ന് എനിക്ക് തോന്നുന്നു. എന്നാലും പ്ലേലിസ്റ്റ് എടുക്കുക. പ്ലേലിസ്റ്റ് എടുത്തിട്ട് ആ വീഡിയോ കാണുക. വീഡിയോ കണ്ടതിന് ശേഷം അതുമായിട്ട് ബന്ധപ്പെട്ട വസ്തുതകൾ നിങ്ങൾക്ക് കിട്ടുന്ന മെറ്റീരിയൽ വെച്ച് പഠിക്കുക. അത് കംപ്ലീറ്റ് ചെയ്തു. അങ്ങനെ ഒരു ദിവസം വെച്ച് നിങ്ങൾക്ക് ഓരോ ടോപ്പിക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. ഇത് ഞാൻ പറയുന്ന മെത്തേഡാണ് കേട്ടോ. നിങ്ങൾക്കതല്ല എല്ലാം കൂടി ഒരു ദിവസം തന്നെ പഠിക്കണം എന്ന് നിർബന്ധമാണ്, അങ്ങനെ ആവാം. പക്ഷെ അന്നേരം ഒരു പ്രശ്നമുണ്ട്, അതും തീരില്ല ഇതും തീരില്ലാത്തൊരവസ്ഥ വരും. മറ്റതങ്ങനല്ല, ഒരു സാധനം തീർന്നല്ലോ എന്നുള്ളൊരു ആത്മസംതൃപ്തി നമുക്ക് ലഭിക്കും, അല്ലേ? എൻ്റെയൊക്കെ കാര്യം എങ്ങനെയായിരുന്നു, നമ്മൾ ഏതെങ്കിലും ഒരു ടോപ്പിക്ക് കവർ ചെയ്ത് പോകുന്ന കൂട്ടത്തിലായിരുന്നു ഞാൻ. അപ്പം അത്രയും നിങ്ങളെ എന്തെങ്കിലും മെത്തേഡ് ഉപയോഗിച്ച് നിങ്ങൾ എന്ത് ചെയ്യുക, ക്ലാസ് കാണുക. അതിനുശേഷം ടോപ്പിക് വൈസ് ആണ് ക്ലാസ്സാണ് നമ്മൾ ഇട്ടിരിക്കുന്നത്. ക്ലാസ് കാണുക, ദെൻ സ്റ്റഡി മെറ്റീരിയൽസ് പഠിച്ചു കഴിഞ്ഞാൽ പക്കായായി. ഓക്കെ, അപ്പോൾ ഈ ചുരുങ്ങിയ സമയം കൊണ്ട് എളുപ്പം അങ്ങനെ നമുക്ക് പഠിച്ചെടുക്കാൻ പറ്റും. ഓക്കെ, അപ്പം സമയം പോകുന്നു. ഇന്നത്തെ ക്ലാസ് അപ്പം ഞാൻ തൽക്കാലം ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. നമുക്കപ്പോൾ അടുത്ത ക്ലാസ്സിൽ കാണാം. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ക്ലാസ് കാണുന്നതെന്നുണ്ടെങ്കിൽ ലെറ്റ്യൂസ് എഡ്യൂടിപ്സ് എന്ന് പറയുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടൊപ്പം കൂടെയുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്താൽ മാത്രമേ ഞാൻ ക്ലാസ്സുകൾ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ. ദെൻ നിങ്ങളോടൊപ്പം പ്രിപ്പയർ ചെയ്യുന്ന മറ്റു ഉദ്യോഗാർത്ഥികൾക്ക് കൂടി ഈ ചാനലിൻ്റെ ലിങ്ക് ഒന്ന് ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക്